ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. നമസ്കാരം. ലോക സമസ്ത സുഖിനോ ഭവന്തു. എൻ്റെ പേര് പ്രിൻസ്. എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞാൻ ഉള്ളൂരാണ് താമസിക്കുന്നത്. ഞാനിവിടെ അമ്മയടുത്ത് വന്നിട്ട് ഇപ്പം 11 മാസം ആയി. ഞാൻ ആദ്യം എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അസുഖവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അസുഖത്തിനെല്ലാത്തിനും വളരെ ശമനമുണ്ട്. അസുഖം ഈ 2 ദിവസത്തിന് മുന്നേ എനിക്ക് ഭയങ്കര ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ആദ്യം കഠിനമായ ശ്വാസമുട്ടായിരുന്നു. ആ ശ്വാസമുട്ട് എനിക്ക് ഒട്ടും എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തത്ര ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അമ്മയടുത്ത് വിളിച്ച് പറഞ്ഞു. ഒരു ഏർലി മോർണിംഗിന്, അതായത് രാവിലെ ഏർലി മോർണിംഗ്, രാത്രി കഴിഞ്ഞപ്പോൾ മുതലേ എനിക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നു. രാവിലെയൊക്കെ ഭയങ്കരമായ ശ്വാസം മുട്ടായിരുന്നു. ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്തു വീട്ടിൽ ഇവിടെ ഉള്ളൂർ വന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞു. അമ്മ അതിന് വേണ്ടുന്ന പ്രതിവിധി പറഞ്ഞു തന്നു. അത് ചെയ്തപ്പോൾ ശ്വാസം മുട്ട് കുറേ കുറഞ്ഞു. കുറേ അല്ല, ഏകദേശം ഒരു 90% കുറഞ്ഞു. പിന്നെ ഞാൻ വൃത്തിക്ക് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പിന്നെ അതിനുശേഷം രാത്രി വീണ്ടും അസ്വസ്ഥത പോലെ വന്നു. വീണ്ടും ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ പ്രതിവിധി പറഞ്ഞു തന്നു. അതനുസരിച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് എല്ലാ അസുഖങ്ങളും മാറി. ഞാൻ നല്ല വൃത്തിക്ക് ഉറങ്ങി പൂർണ്ണ ആരോഗ്യനായി രാവിലെ എണീറ്റു. അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ചുമയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അത് ഇന്നലെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് അത് ഈവനിങ് ആയപ്പോൾ വീണ്ടും കുറഞ്ഞു. 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് പൂർണ്ണമായും അത് മാറി. അതിനുശേഷം ഞാൻ അമ്മയെ കാണാൻ ഇവിടെ വന്നു. അമ്മയടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ അമ്മയടുത്ത് വന്നതിൽ എനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് ഭഗവാനായിട്ട് കാട്ടിത്തരും. അത് ഞാൻ അമ്മയടുത്ത് വിളിച്ച് പറഞ്ഞ് അമ്മ അതിന് വേണ്ടുന്ന എല്ലാ പ്രതിവിധികളും പറഞ്ഞു തന്നു. അത് നമ്മളെ, കാരണം എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തായാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഭഗവാനായിട്ട് നമ്മളെ കാണിച്ചു തന്ന് നമുക്ക് അമ്മയടുത്ത് പറഞ്ഞ് അതിന് വേണ്ടുന്ന എല്ലാ പ്രതിവിധികളും ചെയ്ത് എല്ലാം സ്മൂത്തായിട്ട് പോകാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇന്നലെ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം വീടിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അമ്മയടുത്ത് വിളിച്ച് പറഞ്ഞു. അമ്മയ്ക്ക് അത് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് പേടിക്കേണ്ട, അത് അമ്മ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അതിൻ്റെ കാര്യങ്ങളും എല്ലാം മാറി, എൻ്റെ അസുഖവും മാറി, എല്ലാ കാര്യങ്ങളും മാറി. ഞാൻ പൂർണ്ണ ആരോഗ്യനാണ് ഇപ്പോൾ. പിന്നെ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. എൻ്റെ ജോലി സ്ഥലത്ത് ഒരാൾ ജയിലിൽ 1 മാസമായി ജയിലിൽ കിടന്നു. ഞാൻ അതിൻ്റെ അതായത് 1 മാസം 3 ആഴ്ച വരെ കിടന്നു. ഞാൻ ഒരു ദിവസം രാവിലെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഒരാൾ ജയിലിൽ കിടക്കുന്നത്, എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ആ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പുള്ളി ജയിൽ മോചിതനായി. അത് ഒരു വലിയ ഒരു കാര്യമാണ്. അത് ഇവിടെ നിന്ന് അത് ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്തല്ല അത് സംഭവിച്ചത്, ഇന്ത്യക്ക് വെളിയിലാണ്. അപ്പോൾ അത്രയും ശക്തിയും പവറും അമ്മയുടെ പവർ അവിടെ വരെ എത്തുന്നുണ്ട്. അതൊരു വലിയ സംഭവമാണ്. പിന്നെ അതിനുശേഷം പിന്നെ രണ്ടാമത് നമ്മുടെ അവിടെ ഒരാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അയാൾക്ക് ബെഡിൽ തന്നെ ആയിരുന്നു. അയാളുടെ കാര്യം ഞാൻ അമ്മയടുത്ത് വിളിച്ച് പറഞ്ഞു. അമ്മ അതിൻ്റെ പ്രതിവിധി പറഞ്ഞു തന്നു. ഒരു 10 നിമിഷം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ എണീറ്റ് ഇരുന്നു. അതിനുശേഷം അയാൾ കിടപ്പ് തന്നെ ആയിരുന്നു, എണീറ്റിരുന്നു. അമ്മ പറഞ്ഞ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ പുള്ളിയെ വീട്ടിലോട്ട് പോയി. പിന്നെ അതിനുശേഷം എന്താണെന്ന് അറിഞ്ഞില്ല. പക്ഷെ പുള്ളിക്ക് ഇരിക്കാൻ പറ്റി, ബെഡിൽ തന്നെ ആയിരുന്നു. അമ്മയടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ അത് പുള്ളിക്ക് ഇരിക്കാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു ഷോപ്പ് തന്നെ
ആദ്യ ഷോപ്പ് അമ്മയുടെ സഹായവും ഭഗവാന്റെയും അമ്മയുടെയും സഹായം കൊണ്ടാണ് ആ ഷോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ ആദ്യ കാലങ്ങളിൽ ആ ഷോപ്പിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. ഇപ്പം ഇന്നലെയാണ് ഫുൾ അത് ഫങ്ഷനായി. ഇനി അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് യാതൊന്നും പേടിക്കണ്ട, ഇനി അത് സെയില് കറക്റ്റായിട്ട് വന്നോളും എന്ന് പറഞ്ഞു. അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ അച്ചിട്ടായിട്ട് എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മളെ അവിടെ ആ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് കാണിച്ച് തന്നിട്ട് അത് നമ്മൾ അമ്മയെ വിളിച്ച് പറയുമ്പോൾ അതിനുള്ള എല്ലാ പ്രതിവിധികളും ആ പ്രശ്നം അവിടെ നമുക്ക് തീർക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് അതെല്ലാം അപ്പം തന്നെ എനിക്കതെല്ലാം ക്ലിയറായി കിട്ടുന്നുണ്ട്. ഇവിടെ വന്നതിൽ എനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് അസുഖങ്ങളായാലും, ഞാനിവിടെ വന്നിട്ട് 11 മാസമായി 10 മാസമായി ഞാൻ ആശുപത്രിയിൽ പോയിട്ട് ഞാൻ ആശുപത്രിയിലൊന്നും പോകാറില്ല. കാരണം എനിക്ക് പനി വന്നാലും ശ്വാസം മുട്ട് വന്നാലും എല്ലാം ഞാൻ ആദ്യം കഠിനമായ രീതിയിൽ എനിക്കത് അനുഭവപ്പെടും. അമ്മയെടുത്ത് വിളിച്ച് അത് പറയുമ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതിനുള്ള ആശ്വാസം വരും. എനിക്ക് അതിനുള്ള എല്ലാ ഭാഗ്യവും അമ്മയിലും ഭഗവാനിലും കൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, എന്നിൽ കൂടെ എൻ്റെ കുടുംബത്തിനും അത് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങളായാൽ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ മനസ്സിൽ തന്നെ ഭഗവാനെ അമ്മയെ വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഒരു ദക്ഷിണ മാറ്റി. ഒരു ദിവസം എനിക്ക് അമ്മയെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പം ഞാൻ ദക്ഷിണ മാറ്റി ഭഗവാനെ അമ്മയെ മനസ്സിൽ വിചാരിച്ച് ഞാൻ ദക്ഷിണ മാറ്റി വെച്ച് അതിന് നിമിഷ നേരം കൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, ശ്വാസം മുട്ട് തോന്നുന്നു കുറച്ച് ദിവസമായി. അപ്പോൾ അത് അന്നേരം തന്നെ എനിക്കിത് മാറ്റി കിട്ടി. പിന്നെ എനിക്കിവിടെ വന്നതിൽ കൂടെ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് എനിക്ക് കിട്ടിയ നേട്ടങ്ങൾ എല്ലാവർക്കും കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഫാമിലിക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാ ആളുകൾക്കും എൻ്റെ കിട്ടിയ നേട്ടങ്ങൾ എല്ലാവർക്കും കിട്ടണം. 2 ദിവസത്തിന് മുമ്പേ എനിക്ക് ശ്വാസമുട്ട് വന്നായിരുന്നു. അപ്പോൾ ആ ശ്വാസമുട്ട് വന്നപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് 12 ശക്തികൾ വന്ന് എൻ്റെ കൂടെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ 12 ശക്തികൾ ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ വരുന്നത്. ആ 12 ശക്തികൾ വന്നപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ എനിക്ക് വന്നു തുടങ്ങി. എൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ എനിക്ക് നല്ലൊരു അപ്രീസിയേഷനായിട്ടുള്ള ഒരു ലെറ്ററും എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടി. അത് ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞത് അമ്മയോടും ഭഗവാനോടുമാണ്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഭാര്യയോടും എൻ്റെ കുടുംബത്തിനോടും പറഞ്ഞത്. ഞാൻ എല്ലാം ആദ്യം ഭഗവാനോടും അമ്മയോടും പറഞ്ഞിട്ട് എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യാറുള്ളൂ. ഇനി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ആ ബുദ്ധിമുട്ടുകളെല്ലാം ഇവിടെ കൂടെ എനിക്ക് മാറ്റി കിട്ടുന്നുണ്ട്. എനിക്കിവിടെ വന്നതിന് ശേഷം എനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യകാലത്ത് ചെറിയ ചെറിയ അറിവില്ലായ്മ കൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റി. അപ്പോൾ അതെല്ലാം അമ്മ എന്നോട് പറഞ്ഞു തന്ന് എന്നെ ക്ലിയറാക്കി, അമ്മ എന്നെ ക്ലിയറാക്കി അത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ഞാൻ മാക്സിമം എൻ്റെ കയ്യിൽ നിന്ന് യാതൊരു തെറ്റും വരാതെ ഞാൻ വളരെ സൂക്ഷിച്ചതാണ് ഒരു സ്റ്റെപ്പും വെച്ച് ഞാൻ പോകുന്നത്. അങ്ങനെ വെക്കുന്നത് കൊണ്ട് എനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് മെയിനായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ പല പല കാര്യങ്ങൾ പല ആളുകളും ചെയ്യുന്നുണ്ട്. അത് തന്നെ ഭഗവാനായിട്ടാണ് ആദ്യം എന്നെ കാണിച്ചു തന്നില്ല, എൻ്റെ വൈഫിനെ കാണിച്ചു തന്നു. വൈഫ് എന്നിൽ കാണിച്ചു തന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് എന്താണ്, അത് അത്രയും കാഠിന്യമായ ഒരിതാണ് അവിടെ ചെയ്തു വെച്ചിരുന്നത്. അത് തന്നെ അമ്മ അത് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം വന്നു. കാരണം അത് നമ്മുടെ കണ്ണി കാണിച്ചു തരിക എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല അവിടെ കുറേ കാര്യങ്ങൾ, കുറേ ചെടിയും അത് ഇതുണ്ട്. പക്ഷെ ഇത് കണ്ണിൽ കാണിച്ചു തന്നത് കൊണ്ട് എനിക്ക് ഭഗവാൻ കാണിച്ചു തന്നതുകൊണ്ടാണ് എന്നെ എൻ്റെ കുടുംബത്തെയും ഭഗവാനെ രക്ഷിക്കാൻ സാധിച്ചത്. എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ഉയർച്ചയ്ക്ക് മെയിനായിട്ട് ഭഗവാനാണ് കാരണം. ഭഗവാൻ
ഭഗവാന്റെ സഹായവും ഭഗവാന്റെ കാരുണ്യവും കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിപ്പെട്ടത്. ഇനിയും ഭഗവാന്റെ സഹായവും ഭഗവാന്റെ അനുഗ്രഹവും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ എനിക്ക് കിട്ടിയ ഭാഗ്യം എല്ലാവർക്കും കിട്ടണേ എന്നാണ് എൻ്റെ ആഗ്രഹവും. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സിനായാലും ഈ നാട്ടിലുള്ളവർക്കായാലും എല്ലാവർക്കും കിട്ടണേ എന്നാണ് എൻ്റെ ആഗ്രഹം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.